ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖത്തെ പറ്റിയിട്ടാണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന എയ്ഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു അസുഖം ഇത്രയേറെ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിലവിലെ ചികിത്സാ രീതി അല്ലെങ്കിൽ ചികിത്സ അനുസരിച്ചിട്ട് ഇതിന് പൂർണ്ണമായ ഒരു ക്യൂർ, നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ കംപ്ലീറ്റ് ഒരു ക്യൂർ എയ്ഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഓപ്ഷൻ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ കൂടുതലായിട്ടും ചർച്ച ചെയ്യുന്നത്. HIV എന്നൊരു അണുബാധ കാരണമാണ്, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന ഒരു അണുബാധയാണ് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു HIV അണുബാധ HIV ശരീരത്തിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലും ഈ എയ്ഡ്സിന്റെ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ 10 വർഷത്തോളം പിടിച്ചിട്ട് ലക്ഷണങ്ങൾ വരെ കാണിച്ച കേസുകളുണ്ട്. സോ അത്രയും ഒരു ലോങ് ഡ്യൂറേഷൻ ഇത് നമ്മുടെ ശരീരത്തിൽ HIV അണുബാധ ഉണ്ടായതിനു ശേഷം ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയേറെ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു വിഷയമായിട്ട് മാറുന്നത്. എങ്ങനെയാണ് ഈ ഒരു അസുഖം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്? മെയിനായിട്ടും എല്ലാവർക്കും അറിയുന്നത് പോലെ സെക്ഷുവൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. വിത്തൗട്ട് സെക്ഷുവലി കോണ്ടാക്ട് വരുന്ന സമയത്ത് പാർട്ട്ണറിൽ ഒരാൾക്ക് HIV അണുബാധ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പകരാനുള്ള ഒരു സാധ്യത ഉണ്ട്. രണ്ടാമത് മദർ ടു ബേബി ഒരു ട്രാൻസ്മിഷൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി എയ്ഡ്സ് രോഗബാധ ഉണ്ടാവുന്നത് വളരെ റെയർ ആണ്. കാരണം അത്രയേറെ ടെസ്റ്റ് ചെയ്ത് കൺഫർമേഷന് ശേഷം മാത്രമേ നമ്മൾ അത്തരത്തിലുള്ളൊരു രോഗവ്യാപനം വളരെ കുറവാണ് ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ ഉള്ളത് ഒരാളുടെ റേസേഴ്സ് ഒക്കെ വീണ്ടും വേറൊരാൾ യൂസ് ചെയ്യുക, ബാർബർ ഷോപ്പുകളിലൂടെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെത്തേഡ്സും ഉണ്ട്. പക്ഷെ ഫ്രഷ് ബ്ലേഡ്സ് ഓരോ ആൾക്കാരും യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത്തരത്തിലുള്ള പകർച്ചയും കുറവാണ്. സോ ഇതുകൂടാതെ സലൈവ വഴിയൊക്കെ നേരിയ തോതിൽ ഒരാളിൽ നിന്നും അസുഖം മറ്റൊരാളിലേക്ക് പകരാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും എയ്ഡ്സ് രോഗബാധയായിട്ടുള്ള പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് എയ്ഡ്സ് ഉള്ള ഒരാളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അവരുടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വെറ്റിലൂടെ ഡിസീസ് പകരുക എന്നൊക്കെ പറയുന്ന കുറച്ച് മിഥ്യാധാരണകളുണ്ട്. ആക്ച്വലി മെയിൻ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇത്തരം രീതിയിലുള്ള എയ്ഡ്സിന്റെ അല്ലെങ്കിൽ HIV അണുബാധ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാര്യമായിട്ട് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു രോഗലക്ഷണം കാണിക്കാൻ അത്രയും ഒരു ലോങ് പീരീഡ് എടുക്കുന്നുണ്ട്. ആൻഡ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് നശിപ്പിക്കുന്നത്. നമ്മുടെ CD4 സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആക്കും. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആണ് ഇത് ഡാമേജ് ചെയ്യുന്നത്. അത് കാരണം വേറൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസുഖത്തിനോടുള്ള രോഗപ്രതിരോധ ശേഷി നമുക്ക് കുറയുന്നുണ്ട്. അതാണ്. അപ്പോൾ മറ്റൊരു അസുഖം പിടിപെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ ഒരിക്കലും HIV അണുബാധ, ശരീരത്തിൽ HIV കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. അത് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖമായി മാറുന്ന സമയത്താണ് നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ, അകാരണമായിട്ടുള്ള ഭാരക്കുറവ്, പെട്ടെന്ന് ഒരാൾക്ക് ഒരു റീസണും ഇല്ലാതെ വിതൗട്ട് എനി റീസൺ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക, ക്ഷീണം വരിക, തലകറക്കം, ഛർദി, വയറിളക്കം ഒക്കെ വരിക, വായിൽ വെളുത്ത പാടുകൾ വരിക, ഇതൊക്കെയാണ് എയ്ഡ്സിന്റെ രോഗലക്ഷണങ്ങളായിട്ട് പറയുന്നത്. നമ്മൾ ഏർലി സ്റ്റേജിൽ നമുക്കൊരു മെയിനായിട്ടും ഈ ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മെഡിക്കൽ സ്ട്രീമിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നീഡിൽ പ്രിക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ രീതിയിലൊക്കെ ബ്ലഡ് ഇന്റർമിക്സ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതും ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷനായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പം മെയിനായിട്ട് ഇതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗം. ഇനി എന്തെങ്കിലും നമുക്കൊരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അതിനുള്ള റെമഡീസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഫർദർ പ്രോഗ്രഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചൊന്ന് പ്രോഗ്രഷൻ മെല്ലെയാക്കാനും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. താങ്ക് യു.